ജില്ലാ കളക്ടർ ഇത്രയുമായിട്ട് പോലും 1 മണിക്കൂറായി ഈ പാലം ഇടിഞ്ഞു വീണ ശേഷം ജില്ലാ കളക്ടറെ വിളിച്ചിട്ട്. എന്തുകൊണ്ട് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കുന്നില്ല? നമ്മളെ ഇതിനോട് ചേർന്ന് അമ്മൂമ്മക്കാവുന്ന ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം പുരാനായിട്ട് വരുന്നതാണ്. അതിനെ ഒഴിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാത്തതിന്റെ ഒരു ഇതും ഇവിടുത്തെ വിശ്വാസികൾ പറയുന്നുണ്ട്. കാര്യം അത് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നടക്കത്തോളം നേരത്തെ ഒരു സംസാരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതും സ്ട്രക്ചറിലൊക്കെ ഒരു ഇതായിട്ടില്ല, മോശമായിട്ട് ഒരു ഇതും നടന്നിട്ടില്ല. കൊല്ലത്ത് ദേശീയപാതയുടെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി കൊല്ലം ബൈപ്പാസ് റോഡിൽ അയത്തിൽ സാരഥി ജംഗ്ഷന് സമീപം നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന പാലം ഇന്നുച്ചയ്ക്ക് തകർന്നു വീണു. സംഭവം നടക്കുമ്പോൾ പാലത്തിന് മുകളിൽ ഉണ്ടായിരുന്ന 6 തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. സാരഥി ജംഗ്ഷനിൽ നിലവിലുള്ള പാലത്തിന് സമാന്തരമായി പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിച്ചുകൊണ്ടിരുന്ന പാലമാണ് കോൺക്രീറ്റിനിടയിൽ തകർന്ന് വീണത്. നിർമ്മാണത്തിനായി സ്ഥാപിച്ചിരുന്ന കമ്പികൾ വളഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. നിരവധി ആളുകൾ പാലം തകർന്നത് കാണാനായി സംഭവ സ്ഥലത്ത് തടിച്ചുകൂടി. ഇതോടെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും സംഭവ സ്ഥലത്തെത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങി റോഡ് ഉപരോധിച്ചു. ഇത്രയുമായിട്ട് പോലും 1 മണിക്കൂറായി ഈ പാലം ഇടിഞ്ഞു വീണ ശേഷം ജില്ലാ കളക്ടറെ വിളിച്ചിട്ട്. എന്തുകൊണ്ട് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കുന്നില്ല? ആംബുലൻസ് വന്നിട്ടും എഴുന്നേറ്റ് കൊടുക്കാതെ റോഡിൽ കിടന്ന പ്രവർത്തകരും. പാലം നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ശാസ്ത്രീയമായ രീതിയിലാണ് ഈ പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 4 തവണ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ നോട്ടീസ് കൊടുത്ത് 25 മീറ്റർ വീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഈ തോട് കുപ്പിക്കെടുത്ത് ആ രീതിയിലാണ് പാലം പണിത് വെച്ചിരിക്കുന്നത്. അശാസ്ത്രീയമായി പാലം പണിതത് കൊണ്ടാണ് തകർന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കളക്ടർ വരുന്നതിന് മുമ്പ് ഈ സാധനങ്ങൾ വാരി മാറ്റിക്കൊണ്ട് പോകാനൊരു ശ്രമം നടന്നു. അത് ഞങ്ങൾ തടഞ്ഞിരിക്കുക. BJP പ്രവർത്തകരും വിട്ടുകൊടുത്തില്ല. പണ്ട് ഇവിടെ ഒരു അമ്മുമ്മക്കാവുണ്ടായിരുന്നു. അത് പൊളിച്ചതാണ് ഈ പാലം പൊളിയാൻ കാരണമെന്നാണ് അവരും പറഞ്ഞത്. പിന്നെ നമ്മളെ ഇതിനോട് ചേർന്ന് അമ്മൂമ്മക്കാവുന്ന ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം പുരാനായിട്ട് വരുന്നതാണ്. അതിനെ ഒഴിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാത്തതിന്റെ ഒരു ഇതും ഇവിടുത്തെ വിശ്വാസികൾ പറയുന്നുണ്ട്. കാര്യം അത് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നടക്കത്തോളം നേരത്തെ ഒരു സംസാരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംസാരത്തിൽ വരുന്നുണ്ട്. ഇത് കറക്റ്റ് 1 മണിക്കാണ് ഇത് ഇരുത്തിയത്. കരാർ കമ്പനിക്കാരുടെ ഭാഗത്ത് നിന്നുള്ള ഉത്തരമാണ് കേട്ടത്. കമ്പനി ഭാഗത്ത് സ്ട്രക്ചറിലൊക്കെ ഒരു ഇതായിട്ടില്ല, മോശമായിട്ട് ഒരു ഇതും നടന്നിട്ടില്ല. ബിൽഡിങ്ങിന്റെ ക്രാക്ക് ആയതുകൊണ്ട് ഒരു ഇതും ഇല്ല കാരണമെന്നാണ് അവര് പറഞ്ഞത്. പിന്നെ മൂവരും വലിയ തർക്കത്തിലേക്ക് പോയി. വിശ്വാസം ഞങ്ങൾ പറയുന്നത്. ചോദ്യം ചെയ്യാം. 3ാമത്തെ പ്രാവശ്യം വീഴുന്നത്. ഇവിടെ ചെറിയ ക്ഷേത്രം ഉണ്ടായിരുന്നു. എന്റെ കാര്യങ്ങളെ പറയുന്നത്. ഇപ്പൊ അവരെല്ലാവരും ചെയ്യുന്നില്ല, ഒന്നും ഇടിഞ്ഞു വീഴുന്നില്ലല്ലോ. ബൈപ്പാസിന്റെ പാലം ശരിയായ കാരണം കണ്ടെത്തി അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ഏതായാലും പാലം പൊളിഞ്ഞത് മൂലം നിരവധി രാഷ്ട്രീയ നാടകീയ രംഗങ്ങൾക്കാണ് പിന്നീട് ജനം സാക്ഷ്യം വഹിച്ചത്.